LDFിലെ രാജ്യസഭാ സീറ്റ് തർക്കത്തിൽ CPIയുമായും കേരള കോൺഗ്രസ് എമ്മുമായും CPIയും ഉഭയകക്ഷി ചർച്ച നടത്തി. ആദിൽ പാലോട് AKG സെൻറ്ററിൽ നിന്നും. ആദിൽ, ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മുമായിട്ടും ഉഭയകക്ഷി ചർച്ച പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. രണ്ടുപേരും തങ്ങളുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതെ, ഉറപ്പായും ഉറച്ചു നിൽക്കുകയാണ്. ഉഭയകക്ഷി ചർച്ചയിൽ പ്രധാനമായും കേരള കോൺഗ്രസ് എം മുന്നോട്ട് വെച്ച നിലപാടും നമ്മൾ നേരത്തെ തന്നെ പറയുന്നതാണ്. പാർലമെൻറ്റിൽ ഒരു പ്രാതിനിധ്യവും ഇല്ലാത്ത സ്ഥിതി പാർട്ടിയിലേക്ക് വന്നുപെട്ടു കോട്ടയത്തെ പരാജയത്തോടെ. ഒപ്പം UDFിൽ നിന്നും LDFിലേക്ക് വരുന്ന ഘട്ടത്തിൽ തങ്ങൾക്ക് രാജ്യസഭാ സീറ്റ് ഉണ്ടായിരുന്നു. ആ സമയത്തെ പദവികളൊക്കെ നിലനിർത്താമെന്നൊരു ധാരണ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നതാണ് കേരള കോൺഗ്രസ് എം പറയുന്നത്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, തങ്ങളുടെ ആവശ്യങ്ങളൊക്കെ CPM നേതൃത്വത്തിന് മുന്നിൽ വെച്ചു എന്നാണ് പറയുന്നത്. ഈ ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയും സംഘവും ഇപ്പോൾ ഉഭയകക്ഷി ചർച്ചയ്ക്ക് വന്ന പ്രതിനിധി സംഘം അനുനയപ്പെട്ടു എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. അത് സംബന്ധിച്ച ചർച്ചകൾ സംബന്ധിച്ച് കൂടുതൽ വിവരം പുറത്തേക്ക് വരേണ്ടതുണ്ട്. നേരത്തെ ബിനോയ് വിശ്വം പുറത്തേക്ക് വന്നപ്പോൾ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന കടുത്ത നിലപാടാണ് സ്വീകരിച്ചത്. CPM കേരള കോൺഗ്രസ് എം ഒരുപക്ഷെ മുന്നണി വിട്ടേക്കും എന്നൊരു സാധ്യതയും ഒരു അനുനയത്തിന് തയ്യാറാകണമെന്ന സന്ദേശവും നൽകിയിട്ടും CPI ഒരു തരത്തിലും അംഗീകരിക്കുകയോ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാമെന്ന് സമ്മതിക്കുകയോ ചെയ്തിരുന്നില്ല. പക്ഷേ കേരള കോൺഗ്രസ് എം ചെയർമാനോടും ഇക്കാര്യങ്ങൾ തന്നെയാണ് സംസാരിച്ചിട്ടുണ്ടാകുക എന്ന് മനസ്സിലാകുന്നു. പ്രതിസന്ധിയുണ്ട് എന്ന കാര്യം. ഒപ്പം ഏതെങ്കിലും പദവി വാഗ്ദാനം ചെയ്തത് സംബന്ധിച്ചുള്ള വിവരങ്ങളും കൂടുതലായി പുറത്ത് വരേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ചർച്ചകൾ സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് നമ്മൾ കാണുന്ന സാധ്യത CPIക്ക് രാജ്യസഭാ സീറ്റ് നൽകുകയും കേരള കോൺഗ്രസ് എമ്മിന് വേറെന്തെങ്കിലും പദവി വാഗ്ദാനം ചെയ്യുന്നതുമാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ സാധ്യതയും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ഈ മുന്നണി മാറ്റം സംബന്ധിച്ചാണ്. മുന്നണി മാറ്റം ഉണ്ടാകുമോ എന്ന ചർച്ചകൾ കോൺഗ്രസിലും രാഷ്ട്രീയ മണ്ഡലത്തിലും സജീവമാണ്. പക്ഷേ അങ്ങനെ ഒരു ചർച്ചയുമില്ല. അതൊക്കെ പൊളിറ്റിക്കൽ ഗോസിപ്പാണെന്ന പ്രയോഗമാണ് ജോസ് കെ മാണി നടത്തിയിരിക്കുന്നത്. ഒരു തരത്തിലുള്ള മുന്നണി മാറ്റവുമില്ല. തങ്ങളെ അന്നത്തെ UDF കൺവീനർ പുറത്താക്കിയതാണ്. അതിനുശേഷമാണ് തങ്ങൾ രാഷ്ട്രീയ തീരുമാനമെടുത്ത് LDFിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊരു മാറ്റം അല്ലെങ്കിൽ രാഷ്ട്രീയ മാറ്റം ഇല്ല എന്ന നിലയിലാണ്. പരാജയങ്ങൾ വന്നേക്കാം, പക്ഷേ രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല. അതൊക്കെ പൊളിറ്റിക്കൽ ഗോസിപ്പാണ് എന്ന പ്രതികരണം ജോസ് കെ മാണി നടത്തിയിരിക്കുന്നു എന്നതും പ്രധാനമാണ്. രാജ്യസഭാ സീറ്റ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ജോസ് കെ മാണി പറയുന്നത് UDFിലേക്ക് പോകുമോ എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ ഗോസിപ്പാണ് എന്നുള്ളതാണ്. നിലവിൽ ദുർബലമായിരിക്കുന്ന അവസ്ഥയിൽ ഒരു മുന്നണി മാറ്റം എന്ന് പറയുന്നത് നഷ്ടക്കച്ചവടമാണ് എന്ന് തിരിച്ചറിയുന്ന ജോസ് കെ മാണി തങ്ങളെ UDF പുറത്താക്കിയതാണ് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. അങ്ങനെ പുറത്താക്കിയ കക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയാഭയം തേടി ഞങ്ങൾക്ക് രാഷ്ട്രീയാഭയം തന്നു എന്നാണ് CPM രാഷ്ട്രീയാഭയം തന്നു എന്നാണ് വിശദീകരിക്കുന്നത്. ഇവിടെ പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഞങ്ങൾ ഏതെങ്കിലും തരത്തിലൊരു മുന്നണി മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് ഒരു ശക്തമായ പാർട്ടി എന്നുള്ള നിലയിൽ കൃത്യമായ അക്കോമഡേഷനോട് കൂടി മാത്രമേ ഉള്ളൂ എന്നാണ്. അതിനപ്പുറത്തേക്ക് ഇന്നത്തെ രാഷ്ട്രീയ പ്രസ്താവനയിൽ വേറെ സന്ദേശമുണ്ടോ? വേറെ ഒരു സന്ദേശവും നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. ഈ നികേഷ് പറഞ്ഞതിൻ്റെ അവസാനമെന്നോണം ഇപ്പോഴുള്ള ചർച്ച ഈ കോൺഗ്രസിലേക്ക് കൊണ്ടുവരണമോ വേണ്ടയോ, അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നതും അത് സംബന്ധിച്ചുള്ള ചർച്ചയും ഒരു ഡിമാൻഡ് LDFിന് മുന്നിൽ വെക്കാൻ കേരള കോൺഗ്രസ് എമ്മിന് ശക്തി പകരും എന്നൊക്കെയുള്ള ചർച്ചകളും ഉണ്ടായിരുന്നു. അത് നേതാക്കൾ തന്നെ തുറന്നും തെളിഞ്ഞും ഒളിഞ്ഞുമൊക്കെ പ്രതികരണങ്ങളായി നൽകുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ ഗോസിപ്പുകൾ അല്ലെങ്കിൽ ആ ചർച്ചകളെ മുഴുവൻ നിരാകരിക്കുന്നത്. ഈ ഘട്ടത്തിൽ നിരാകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ജോസ് കെ മാണിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. പൊളിറ്റിക്കൽ ഗോസിപ്പ് എന്ന പദം കൊണ്ടാണ് അദ്ദേഹത്തെ അതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല പറയുന്ന പ്രതികരണത്തിൽ തന്നെയുണ്ട് തങ്ങളെ ഒരിക്കലും തങ്ങൾ ഇറങ്ങിപ്പോകുന്നതല്ല, മറിച്ച് പുറത്താക്കിയതാണ് എന്ന പ്രതികരണമാണ്. തങ്ങളെ പുറത്താക്കുകയായിരുന്നു. അതിനുശേഷമാണ് LDFിലേക്ക് രാഷ്ട്രീയ അഭയം പ്രാപിച്ചെത്തിയത്. മാത്രമല്ല ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർണായക ഘട്ടമാണ് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം. സാധാരണഗതിയിൽ ലോക്സഭയിലേക്ക് ഒരു പ്രതിനിധിയെങ്കിലും എക്കാലവും ഉണ്ടാകുന്ന സ്ഥിതിയാണ്. പക്ഷേ ഒരു പ്രതിനിധി പോലും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അത് CPM മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് CPM തന്നെ കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി, ജോസ് കെ മാണിക്ക് വേണ്ടി എന്ന് പറയാം, ജോസ് കെ മാണിക്ക് വേണ്ടി CPMനോട് വാദിച്ചത് എന്നതും പ്രധാനമാണ്. CPIയോട് പറഞ്ഞത് കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണി വിട്ടേക്കുമെന്ന ചർച്ചകൾ വരെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്ക്, മുന്നണി സംവിധാനത്തിൻ്റെ കെട്ടുറപ്പിന് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. CPM പോലും അക്കാര്യം പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ചർച്ചകൾ ഗൗരവത്തിലെടുക്കുന്നുണ്ട് എന്നുള്ളതും കാണണം.
അത് പക്ഷേ CPI അനുനയത്തിന് തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ചർച്ചകൾ അവസാനിക്കുമ്പോൾ, രണ്ട് കൂട്ടരുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ അവസാനിക്കുമ്പോൾ CPIക്ക് രാജ്യസഭാ സീറ്റ് നൽകുകയും കേരള കോൺഗ്രസ് എമ്മിനെ മറ്റേതെങ്കിലും തരത്തിൽ അക്കോമഡേറ്റ് ചെയ്യുന്നതുമാണ് CPMന്റെ പരിഗണനയിലുള്ളത്. തിങ്കളാഴ്ചയാണ് LDF യോഗം ചേരുക. തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക് ചേർന്ന LDF യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. RJD NCP കക്ഷികളും രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. പക്ഷേ ഇവരുടെ ആവശ്യം ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഉഭയകക്ഷി ചർച്ചയ്ക്കായി ഇവരെ ക്ഷണിച്ചിട്ടുമില്ല എന്നുള്ളതാണ്. അവരെ ഇനി RJDയിലേക്ക് പോയാൽ RJD അല്പം കടുപ്പിക്കുകയാണ്. ചില കുത്തുവാക്കുകൾ പറയുന്നു. അതായത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും CPM ചെറിയ കക്ഷി എന്നുള്ള നിലയിൽ സീറ്റ് വാങ്ങുന്നു. പക്ഷേ കേരളത്തിൽ വലിയ കക്ഷിയായ CPM ചെറിയ കക്ഷികൾക്ക് സീറ്റ് നൽകുന്നില്ല. ഉദാഹരണത്തിന് RJD മുന്നണി നേതൃത്വം നൽകുന്ന ബീഹാറിൽ CPMന് ഇത്തവണ സീറ്റ് ഉണ്ടായിരുന്നു, ജയിക്കാനായിട്ടില്ല. രാജസ്ഥാനിൽ കോൺഗ്രസ് CPMന് സീറ്റ് നൽകിയിരുന്നു, ജയിക്കാനായി. തമിഴ്നാട്ടിൽ DMK 2 സീറ്റ് നൽകുന്നു, 2ലും ജയിക്കാനായി. പക്ഷേ കേരളത്തിലെത്തുമ്പോൾ RJDയെ തഴയുന്നു എന്നുള്ളതാണ് വിഷയം. ആ നിലയിൽ കുത്തുവാക്ക് പറയുന്ന RJDയെ സാന്ത്വനിപ്പിക്കാൻ എന്തുണ്ട് പക്കൽ? അതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. RJD ഒരു അകൽച്ച LDF നേതൃത്വവുമായി ഇപ്പോൾ വെച്ചു പുലർത്തുന്നു എന്നത് വ്യക്തവുമാണ് എന്ന് നമുക്ക് ഈ പ്രതികരണങ്ങളിലും അല്ലാതെ ഈ അനൗദ്യോഗിക ചർച്ചകളും കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. RJDക്ക് കടുത്ത അതൃപ്തിയുണ്ട്. മന്ത്രിസ്ഥാനം ലഭിച്ചില്ല എന്നുള്ളത് ഒരു ഭാഗത്തുണ്ട്. ഇപ്പോൾ പുതിയൊരു ആവശ്യവുമായി രംഗത്തെത്തിയതുകൂടി അതിൻ്റെ ഭാഗമായാണെന്ന് മനസ്സിലാക്കേണ്ടി വരും. RJDക്ക് 4 കക്ഷികൾക്ക്, ഒറ്റ കക്ഷികൾക്ക് മന്ത്രിസ്ഥാനം നൽകിയപ്പോൾ RJDക്ക് മാത്രം മന്ത്രിസ്ഥാനം വീതിച്ച് നൽകാൻ LDF തയ്യാറായില്ല. അതുകൊണ്ട് ഇപ്പോൾ K. രാധാകൃഷ്ണൻ ഒഴിയുന്ന മന്ത്രിസ്ഥാനം തങ്ങൾക്ക് വേണമെന്നതാണ് RJDയുടെ, വർഗീസ് ജോർജ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചതാണ്, RJDയുടെ ആവശ്യം. ഈ ആവശ്യവും CPM ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. രാജ്യസഭാ ആവശ്യവും നിരാകരിക്കുകയാണ് LDF ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ UDFിലേക്ക് RJD പോകുമോ എന്ന ചർച്ച വരെ ഇതിനോടകം സജീവമായിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കോ പ്രഖ്യാപനത്തിലേക്കോ RJD പോകുമെന്ന് കരുതുക വയ്യ. മറിച്ച് LDFുമായി ഒരു അകലം പാലിക്കുക, LDFിൻ്റെ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുക, ഇതിനെക്കുറിച്ചുള്ള ആലോചന RJDയിൽ ഉണ്ട് എന്നാണ് നമുക്ക് സ്ഥിരീകരിച്ച് കിട്ടുന്ന വിവരം തന്നെ. ഏതായാലും RJD കടുത്ത അതൃപ്തിയിലാണ് ഈ കാര്യങ്ങളിൽ. രാജ്യസഭ സീറ്റ് നൽകില്ല എന്നത് ഉറപ്പാണ്. നേരത്തെയും മറ്റ് സ്ഥാനമാനങ്ങളിലൊക്കെ RJDയെ അവഗണിക്കുന്നു എന്ന വികാരം പാർട്ടിക്കുള്ളിലും ശക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികരണങ്ങൾ ഇങ്ങനെ കുത്തുവാക്കുകളായി, നികേഷ് പറഞ്ഞതുപോലെ കുത്തുവാക്കുകളായി, പരിഭവങ്ങളായി, പ്രതികരണങ്ങളായി പുറത്തു വരുന്നത് എന്നുള്ളതാണ്. അത് കൂടുതൽ അതിന് ആക്കം കൂടുന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ LDF പോവുകയും ചെയ്യുന്നത്.